السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. صدق الله مولانا العلي العظيم. ആദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ ഈ അനുഗ്രഹീതമായ ചടങ്ങിൽ ഒത്തുകൂടിയിട്ടുള്ള നമ്മുടെ നാട്ടുകാരായ പ്രിയപ്പെട്ട കാരണവന്മാർ, ഈ മസ്ജിദിൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾ, ഇവിടെ കൂടിച്ചേർന്നുള്ള പ്രിയപ്പെട്ട യുവാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദരിമാർ, അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു ഖൈറായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഈ മനോഹരമായ മസ്ജിദിന് വേണ്ടി പണം ചെലവഴിച്ചവർ ആരൊക്കെയാണോ അവരുടെ എല്ലാവരുടെയും നല്ല സേവനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന പ്രവർത്തനമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. പ്രത്യേകിച്ച് അഷേഖ് റാഷിദ് മുഹമ്മദ് ബൂ ജാസിം എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ ഈ പ്രദേശത്തെ തോരൻ അബൂബക്കറിൻ്റെ വാസിത്തയിൽ ഈ മനോഹരമായ പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി പണം ചെലവഴിച്ചു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഒരു പ്രദേശത്തെ പള്ളി എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ ഏത് വ്യക്തിക്കും ബോധ്യപ്പെടാവുന്ന വിധത്തിൽ അതിൽ ഉല്ലേഖിതമാണ്. ഞാൻ പറയുന്ന വിഷയം വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമുക്കൊരു വീട് നിർമ്മിക്കാൻ എത്രത്തോളം താല്പര്യപ്പെടുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും അതില്ലെങ്കിൽ വിഷമിക്കുകയും ചെയ്യുന്നുവോ എങ്കിൽ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിക്കുന്ന വിശ്വാസികളായ ആളുകൾ അവൻ്റെ ഭവനം നിർമ്മിക്കുന്നതിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഭവന നിർമ്മാണത്തിനാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആദ്യ പ്രവാചകർ മുതൽ അന്ത്യപ്രവാചകർ വരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നത് താരീഖ് പരിശോധിച്ചാൽ ബോധ്യപ്പെടും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ലോകത്തെ ആദ്യ മനുഷ്യനും ആദ്യത്തെ പ്രവാചകരും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമുഖത്തേക്ക് നിയോഗിക്കുമ്പോൾ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പടച്ചറബ്ബ് പറഞ്ഞു, ഇബ്നിലി ബൈത്തൻ ബിഹിദാഇ ബൈത്തി അല്ലദീ ഫിസ്സമാ, ഭൂമുഖത്തുള്ള എൻ്റെ ഭവനം നീ നിർമ്മിക്കണം ആകാശ ലോകത്തുള്ള എൻ്റെ ഭവനത്തിൻ്റെ അതേ നേർദിശയിൽ എന്ന് പടച്ചറബ്ബ് കൽപ്പന കൊടുത്തു. ഇത് വിശദീകരിക്കുന്നിടത്ത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വന്ന് ആദ്യം ചെയ്ത പ്രവർത്തനം പള്ളി നിർമ്മാണമാണ്. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ മഅമൂറിൻ്റെ ദിശ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്ത് അവിടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണിത പള്ളിയാണ് പരിശുദ്ധ കഅബാലയം. ഭൂമിയിലേക്ക് ആദ്യം വന്ന മനുഷ്യൻ തനിക്ക് വീട് നിർമ്മിക്കണം എന്നല്ല പടച്ചറബ്ബിൻ്റെ കൽപ്പന. അള്ളാഹുവിൻ്റെ ഭവനം ഭൂമുഖത്ത് നിർമ്മിക്കണമെന്നാണ് ആദം നബി തങ്ങളോട് പടച്ചറബ്ബ് ആദ്യം പറഞ്ഞത്. അതനുസരിച്ചുകൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരത്തെ മലക്കുകൾ നിർമ്മിച്ചിരുന്ന ആ സ്ഥലത്തു തന്നെ പള്ളി നിർമ്മിച്ചു. ചരിത്രം അങ്ങനെ തന്നെ പറയുന്നു.
ഒന്നാമത്തെ മനുഷ്യൻ ഭൂമിയിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത പണി പള്ളി നിർമ്മാണമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ തിരുദൂതർ മക്കയിലാണ് ജനിച്ചത്, മക്കയിലാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ ഈ പള്ളിയുടെ ചാരത്ത് നബി തങ്ങൾ വളരുമ്പോൾ പിന്നെ ഒരു പള്ളി വേണ്ട. ആ പരിശുദ്ധ തിരുദൂതർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശാനുസൃതം പരിശുദ്ധ മദീനയിലേക്ക് പോകുന്നു. ഹിജറ പോകുന്ന പരിശുദ്ധ പ്രവാചകർ മദീനയിലേക്ക് എത്തും മുമ്പ് 2 നാഴിക ഇപ്പുറത്ത് ഖുബായിൽ ഇറങ്ങി 4 ദിവസം താമസിക്കുന്നു. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി കുൽഥൂം ഇബ്നു ഹിദം എന്ന് പറയുന്ന സ്വഹാബിയുടെ വീട്ടിൽ നബി തങ്ങൾ 4 ദിവസം താമസിച്ചു. ആ 4 ദിവസത്തെ താമസത്തിനിടയ്ക്ക് നബി തങ്ങൾ ഒരു പ്രദേശത്ത് ചെന്ന് താമസിക്കുമ്പോൾ ആദ്യം ചെയ്ത പണി മസ്ജിദ് ഖുബാ നിർമ്മിച്ചു. 4 ദിന താമസത്തിനിടയിൽ ഒരു ചെറിയ കാലഘട്ടം താമസിക്കുന്ന സ്ഥലത്ത് പോലും നമ്മൾ ആദ്യം നിർമ്മിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഭവനമാണ്. പള്ളി നിർമ്മിച്ചു. അവിടുന്ന് പരിശുദ്ധ പ്രവാചകർ മദീനയിലേക്ക് നീങ്ങുന്നു. സ്വഹാബത്ത് അന്ന് നേരത്തെ ഹിജ്റ പോയിരുന്ന സ്വഹാബത്ത് സ്വീകരിക്കുന്നു. മദീനക്കാർ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബിനെ വരവേൽക്കുന്നു മദീനയിലേക്ക്. പരിശുദ്ധ മദീനയിൽ നബി തങ്ങൾ എത്തുന്നു. ബഹുമാനപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആലയുടെ വീട്ടുമുറ്റത്ത് ഒട്ടകം മുട്ടുകുത്തുന്നു. 2 യതീം കുട്ടികൾ സഹ്ൽ സുഹൈൽ എന്ന കുട്ടികളുടെ ആ സ്ഥലം പരിശുദ്ധ പ്രവാചകർ വിലക്ക് വാങ്ങുന്നു. അവിടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ മസ്ജിദുൻ നബവി പണിയുന്നു. ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് നിർമ്മിച്ച പള്ളി മസ്ജിദ് ഖുബാ അല്ല മസ്ജിദുൻ നബവിയാണെന്ന് ചരിത്രം വ്യക്തമായി വ്യതിരിക്തമായി പറയുന്നുണ്ട്. ആ പള്ളി പരിശുദ്ധ പ്രവാചകർ നിർമ്മിച്ചു തീർന്ന് 7 മാസക്കാലം പരിശുദ്ധ പ്രവാചകർ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭവനത്തിലാണ് താമസിച്ചത്. 7 മാസക്കാലം തൻ്റെ വീടിനെ കുറിച്ച് നബി തങ്ങൾ ചിന്തിച്ചിട്ടില്ല. തനിക്കൊരു വീട് നിർമ്മിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകർ അള്ളാഹുവിൻ്റെ ഭവനം 2 നിർമ്മിച്ചു. ആദ്യ പ്രവാചകൻ ഭൂമുഖത്ത് ഒരു പള്ളി നിർമ്മിച്ചുവെങ്കിൽ ബഹുമാനപ്പെട്ട പരിശുദ്ധ പ്രവാചകർ ആദ്യം ഒരു സ്ഥലത്ത് ഹിജ്റ ചെന്നപ്പോൾ 2 പള്ളി നിർമ്മിച്ചു. സ്വന്തം ഭവനം നിർമ്മിക്കുന്നതിന് മുമ്പാണ് ഈ പ്രവർത്തനമെന്ന് ചരിത്രം അടിവരയിട്ട് പറയുന്നുണ്ട്. അംർ ഇബ്നു അസ് റളിയല്ലാഹു തആല അൻഹു ആദ്യമായി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഇസ്ലാമിൻ്റെ പ്രബോധനവുമായി ചെന്ന വ്യക്തി. അദ്ദേഹം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാകുന്ന കെയ്റോ എന്ന് പറയുന്ന ഇന്നത്തെ ഈജിപ്തിൻ്റെ തലസ്ഥാന നഗരി അത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. ഈജിപ്ത് കിടക്കുന്നത് 2 പാർട്ടാണ്, ഏഷ്യയിലും അതുപോലെ തന്നെ ആഫ്രിക്കയിലും. സൂയസ് കനാൽ അടക്കമുള്ള സീനാ മരുഭൂമി അടക്കമുള്ള പ്രദേശം ഏഷ്യയിലും, സൂയസ് കനാൽ കടന്നാൽ ബാക്കി ആഫ്രിക്കയിലുമാണ്. ബഹുഭൂരിപക്ഷം ഭാഗവും ആഫ്രിക്കയിലാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ പള്ളി കെയ്റോ നഗരത്തിൽ ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്ന മസ്ജിദ് അംർ ഇബ്നുൽ ആസ്. അദ്ദേഹം അവിടെ ചെന്ന് ആദ്യം നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആലയുടെ പേരിൽ ഇന്നും അറിയപ്പെടുന്നത്. മാലിക് ദിനാർ റളിയല്ലാഹു തആല സംഘവും കേരളത്തിൽ കൊടുങ്ങല്ലൂരിൽ വന്ന് കപ്പലിറങ്ങി. കൊടുങ്ങല്ലൂർ തമ്പുരാനെ മുഖം കാണിച്ചുകൊണ്ട് അവർ ആദ്യമായി പറഞ്ഞത് ഞങ്ങൾക്ക് വീടിന് സ്ഥലം വേണമെന്നല്ല. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭവനം നിർമ്മിക്കാൻ സ്ഥലം വേണമെന്നാണ്. അപ്പോഴാണ് കൊടുങ്ങല്ലൂർ തമ്പുരാൻ പള്ളി തന്നെ കെട്ടിക്കൊടുത്തത്. ഹിന്ദു രാജാവ് മുസ്ലിങ്ങൾക്ക് പള്ളി കെട്ടിക്കൊടുത്തു. പാരമ്പര്യമാണത്. ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രബോധകരായി കടന്നു ചെന്ന ഓരോരുത്തരും ഓരോ പ്രദേശത്ത് സ്വന്തം ഭവനത്തെക്കുറിച്ച് ചിന്തിക്കും മുമ്പ് താൽക്കാലിക ലോകത്തൊരു വലിയ ഭവനം കെട്ടിപ്പൊക്കുന്നതിന് പകരം പരലോകത്തേക്കൊരു ഭവനം, ഭൂമുഖത്ത് പള്ളി നിർമ്മിച്ചുകൊണ്ട് അവർ കെട്ടിപ്പൊക്കി ശാശ്വത ഭവനം നിർമ്മിച്ചു എന്നതാണ് ശരി. നമ്മൾ തിരിച്ചറിയേണ്ട വളരെ ഗൗരവതരമായ യാഥാർത്ഥ്യമാണ്. സ്വന്തം ഭവനത്തേക്കാൾ അള്ളാഹുവിൻ്റെ ഭവനത്തെ സ്നേഹിച്ചൊരു തലമുറ കടന്നുപോയി എന്നർത്ഥം. പള്ളി എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഷിആറാണ്. അള്ളാഹു അതിനെ ബഹുമാനിച്ചവർക്ക് വലിയ പദവി കിട്ടുമെന്ന് പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറഞ്ഞു. വമൻ യുഅല്ലിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ഷിആറുകളെ ബഹുമാനിക്കുക എന്നതാണ് മനുഷ്യന്റെ തഖ്വയുടെ ലക്ഷണം തന്നെ. ഈ ഭൂമുഖത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ പ്രവർത്തനങ്ങളിൽ ഒന്ന് പള്ളി നിർമ്മാണവും ആ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ പഠനവുമാണ്. തലമുറകൾ പഴച്ചു പോകാതിരിക്കാൻ അത് ആവശ്യമാണ്. പള്ളി പരിപാലനവും ഈ സമൂഹത്തിന് മുമ്പിൽ ഇസ്ലാമിക പ്രബോധനത്തിന് ആവശ്യമായ ഇൽമു നുകരലും. ചരിത്രം പഠിച്ചു നോക്ക് നിങ്ങൾ. അങ്ങനെയാണ് ഇസ്ലാമിക ചരിത്രം ലോകത്തോട് പറഞ്ഞിട്ടുള്ളത്. ചരിത്രത്തിൻ്റെ തന്തുക്കൾ പഠിച്ചാൽ അങ്ങനെ കാണാൻ പറ്റും. എല്ലാ പ്രവാചകന്മാരും പള്ളി പരിപാലിക്കുന്നവരും പള്ളിയുമായി ബന്ധപ്പെടുന്നവരുമായിരുന്നു. പള്ളി പ്രബോധന കേന്ദ്രമാക്കിയിരുന്നു അവര്. അത് കേന്ദ്രീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നല്ല ഒരു തലമുറയെ വാർത്തെടുക്കുമായിരുന്നു അവര്. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലകനായിരുന്നു ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. കുഞ്ഞുങ്ങളില്ലാതെ വന്നപ്പോൾ പടച്ചറപ്പിനോട് പറഞ്ഞു, പടച്ചവനൊരു കുട്ടിയെ തരണം. എന്തിനാണത്?
മഹാനവറുകൾ അതിന്റെ കാരണം പറഞ്ഞു, ഇന്നീ ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി അഖിറൻ ഫഹബിലി മിൻ ലദുൻക വലിയാ യരിതുനി വയരിതു മിൻ ആലി യഅഖൂബ്. ആ പ്രാർത്ഥനയെ വിശദീകരിച്ചുകൊണ്ട് മഹാപണ്ഡിതന്മാർ തഫ്സീറുകൾ ഉദ്ധരിച്ച കാര്യം വളരെ പ്രധാനമാണ്. മഹാനായ പരിശുദ്ധ പ്രവാചകർ പള്ളി പരിപാലിച്ചു കൊണ്ടിരിക്കെ ഈ പള്ളിയുടെ പരിപാലനം തുടർന്നു നിർവഹിക്കണമെന്ന് കരുതി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചോദിച്ചു, പടച്ചവനെ, എൻ്റെ ഭാര്യ വന്ധ്യയാണ്, എൻ്റെ ഭാര്യ വന്ധ്യയായതുകൊണ്ട് അവൾ ഗർഭം ധരിക്കുന്നില്ല, എനിക്ക് പ്രായമായി, അതുകൊണ്ട് പടച്ച റബ്ബിനോട് ചോദിച്ചു, അല്ലാഹുവേ വഇന്നീ ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ, എൻ്റെ പിന്തുടർച്ചക്കാർ, എൻ്റെ പിന്മുറക്കാർ പഴച്ചു പോകുമെന്ന് ഞാൻ പേടിക്കുന്നു പടച്ചവനെ, എൻ്റെ പിന്മുറക്കാർ വഴി പിടച്ചു പോകുമെന്ന ഭയപ്പാട് എനിക്കുണ്ട് തമ്പുരാനെ. അതുകൊണ്ട് അല്ലാഹുവേ വകാനത് ഇംറഅതി ആഖിറൻ ഫഹബ്ലി മിൻ ലദുൻക വലിയാ, എൻ്റെ ശേഷം ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ എനിക്കൊരു പ്രതിനിധിയെ നീ തരണം, എനിക്കൊരു കുട്ടിയെ തരണമെന്ന് ബഹുമാനപ്പെട്ടവർ പടച്ചറബിനോട് പറഞ്ഞു. വേറെ ഒരായത്തിൽ ബഹുമാനപ്പെട്ടവർ പടച്ചറബിനോട് തേടിയത് കാണാം, ഹുനാലിക ദഅ സകരിയാ റബ്ബഹു റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. പടച്ചവനെ, നീ പ്രാർത്ഥന കേൾക്കുന്ന തമ്പുരാനാണല്ലോ, എനിക്കൊരു കുഞ്ഞിനെ തരണം. അപ്പോഴാണ് പടച്ചറബ് തിരിച്ച് മറുപടി കൊടുക്കുന്നത്, ഫനാദത്തുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹി വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സാലിഹീൻ. സാലിഹീങ്ങളിൽപ്പെട്ട ഒരു കുട്ടിയെ നിനക്ക് ഞാൻ തരുന്നുണ്ട്, ആ കുട്ടി പ്രവാചകനാണ്, ആ കുട്ടിയുടെ പേരിന്നതാണെന്ന് പടച്ചറബ് ബോധിപ്പിക്കുകയാണ്. ഇത്ര മനോഹരമായിട്ട് ആ ഖുർആൻ പറയുന്നത്. എന്താ ഇതിന്റെ ആവശ്യം? എന്താ? യരിതുനി വയരിതു മിൻ ആലി യഅഖൂബ്. ഇതിന്റെ തഫ്സീറാണ് ശരിക്കും നമ്മൾ പഠിക്കേണ്ടത്. യരിതുനി വയരിതു മിൻ ആലി യഅഖൂബ്. യരിതുനി, എൻ്റെ അനന്തരമെടുക്കും, വയരിതു മിൻ ആലി യഅഖൂബ്, യഅഖൂബ് സന്തതികളുടെ, യഅഖൂബ് കുടുംബത്തിന്റെ അനന്തരഗാമിയായ ഒരു കുട്ടി വരണം. ഈ ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് മഹാപണ്ഡിതന്മാർ വളരെ കൗതുകത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരു കുട്ടിക്ക് എങ്ങനെയാണ് കുടുംബത്തിന്റെ മുഴുവൻ വിറാസത്ത് കിട്ടുക? ബാപ്പ മരിച്ചാൽ ബാപ്പാന്റെ വിറാസത്ത് കുട്ടിക്ക് കിട്ടും. ആലു യഅഖൂബിന്റെ വിറാസത്ത് മുഴുവൻ എങ്ങനെ കുട്ടിക്ക് കിട്ടും? യഅഖൂബ് കുടുംബത്തിന്റെ മുഴുവൻ വിറാസത്തും ഒരു കുട്ടിക്ക് എങ്ങനെ കിട്ടും? എന്താണ് ആ പ്രാർത്ഥന? എന്താണ് അതിന്റെ അർത്ഥം? അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, നമ്മളൊക്കെ ഒരു കുട്ടി ഉണ്ടായി കാണണമെന്ന് പറയുന്നത് എന്തിനാ? ഒരു ആൺകുട്ടി തന്നെ ആകണമെന്ന് ചിന്തിക്കുന്നത് എന്തിനാ? നമ്മുടെ സ്വത്തിന് അവകാശിക്കാം. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിറാസത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് സ്വത്തല്ല, ദീൻ ഇവിടെ നടത്തുകയും ദീൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന പ്രവാചകനാകുന്ന പ്രബോധകനാകുന്ന ഒരാൾ വേണം എൻ്റെ കുടുംബത്തിൽ. ഇല്ലെങ്കിലോ വഇന്നീ ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ, അങ്ങനെ ഒരാളില്ലെങ്കിൽ പിന്തലമുറ പഴച്ചു പോകുമെന്ന പേടിയുണ്ട്. അപ്പൊ ദീൻ പഠിപ്പിക്കാൻ ആള് വേണമെന്നാണ് പ്രാർത്ഥനന്റെ അർത്ഥം. അപ്പൊ നമ്മളൊക്കെ സമൂഹത്തിൽ ചിന്തിക്കുന്നത് പോലെയല്ല പൂർവികർ ചിന്തിച്ചതും പൂർവികർ നടപ്പാക്കിയതും. സക്കരിയ നബിക്ക് തന്റെ കുട്ടി എന്തിനാ? ആ കുട്ടിയെ ഈ ഭൂമുഖത്ത് ദീൻ നടത്താൻ വേണ്ടി അദ്ദേഹം ഈ കുടുംബത്തിന്റെ ഒരു പാരമ്പര്യമുണ്ട്, ആ പാരമ്പര്യം നടപ്പാക്കാനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പടുത്തുയർത്തിക്കൊണ്ട് തേടിയതും അങ്ങനെ തന്നെയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം റബ്ബനാ വജ്അൽനാ മുസ്ലിമീന ലക് വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക് വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ലോകത്തെ പ്രധാനപ്പെട്ട ഭവനമാകുന്ന പരിശുദ്ധ കഅബാലയം പടുത്തുയർത്തിക്കൊണ്ട് ഇബ്രാഹിം നബി തങ്ങൾ പടച്ചറബിനോട് പറഞ്ഞത് അങ്ങനെയാ, പടച്ചവനെ സ്വീകരിക്കണേ, ഇത് ഞങ്ങളിൽ നിന്ന് പോരാ. റബ്ബനാ വജ്അൽനാ മുസ്ലിമീന ലക്, ഞങ്ങളെ രണ്ടുപേരെയും, എന്നെയും എൻ്റെ പുത്രൻ ഇസ്മായിലിനെയും നീ നിന്നെ അനുസരിക്കുന്നവരാക്കണം. റബ്ബനാ വജ്അൽനാ മുസ്ലിമീന ലക് വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, ഞങ്ങളുടെ സന്തതി പരമ്പരകളിൽ പടച്ചവനെ നിന്നെ അനുസരിക്കുന്ന ഒരു സമൂഹത്തെ നീ സൃഷ്ടിച്ചു തരണേ തമ്പുരാനെ. സന്തതികളായി ഖിയാമം വരെ അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു കൗമ വേണമെന്ന് ബഹുമാന പ്രവാചകർ പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയാണ് ലോകത്ത് ഇസ്ലാം നിലനിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ മുസ്ലിം സമൂഹമാണ് നമ്മൾ. നമ്മുടെ കടമയാണ് ഒരു ഗ്രാമത്തിൽ ഒരു പള്ളി ഉണ്ടാവുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഒരു ഭവനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ ഭവനത്തെക്കുറിച്ച് പരിശുദ്ധ ദീൻ പറയുന്നത്, പരിശുദ്ധ പ്രവാചകർ ശരിക്കും നമ്മളോട് കൽപ്പിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയിൽ നിന്നും മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. മഹാനവറുകൾ കൃത്യമായി പറഞ്ഞു, കാലത്ത് ആയിഷ ബീവി പറഞ്ഞു, അമർ റസൂലുള്ളാഹി ബിബിനാഇൽ മസാജിദ്, അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുനാമത്തിൽ പള്ളി നിർമ്മിക്കാൻ പറഞ്ഞു. ഫിദ്വർ, ഓരോ ഗ്രാമത്തിലും ഓരോ മേഖലകളിൽ നിങ്ങൾ പള്ളി നിർമ്മിച്ചാൽ മാത്രം പോലെ ആ പള്ളി നിങ്ങൾ ക്ലീനായി സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ പള്ളി മനോഹരമായി നിങ്ങളെ സുഗന്ധമൊക്കെ പൂശി വളരെ ശുദ്ധീകരിച്ച് പള്ളിയുടെ ഇമാറത്ത് നിങ്ങൾ ശരിക്കും നടത്തണമെന്ന് പരിശുദ്ധ പ്രവാചകർ പഠിപ്പിക്കുകയാണ്. എന്താ കാരണം? അള്ളാഹുവിന്റെ ഭവനത്തെക്കുറിച്ച് തിരുത്തൂതർ പഠിപ്പിച്ചു കൊടുത്തു. അൽ മസാജിദ് ബുയൂത്തുല്ലാഹി ഫിൽ അർള്, ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭവനങ്ങളാകുന്നു പരിശുദ്ധമായ പള്ളികൾ. എന്താണ് അതിന്റെ പ്രത്യേകത? തുദീഉ ലി അഹ്ലിസ് സമാ, ആകാശലോകത്തുനിന്ന് നമ്മൾ ഇങ്ങോട്ടൊന്ന് നോക്കിയാൽ, ഒരു വിഹക വീക്ഷണം നടത്തിയാൽ, നമ്മൾ ആകാശത്ത് പറന്നു നടക്കുന്ന ഒരു വിമാനത്തിലൂടെ താഴേക്ക് നോക്കുന്നത് പോലെ നോക്കിയാൽ ആ പരിശുദ്ധമായ പള്ളികൾ തുദീഉ ഫിൽ അർദ്, ഭൂമിയിൽ ശരിക്ക് പ്രകാശിക്കും, അത് ഭൂമിയിൽ ശരിക്ക് കത്തിജ്വലിക്കും. കമാ തുദീഉ നുജൂമുസ് സമാഇ ലി അഹ്ലിൽ അർള്, ലി അഹ്ലിൽ അർള്, ഭൂമിയിലുള്ളവർക്ക് ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രത്തെ എങ്ങനെ കാണുന്നുവോ അതുപോലെ വാനലോകത്തുള്ള മലക്കുകൾ പോലും ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ പള്ളികൾ നക്ഷത്രതുല്യം കാണുമെന്ന് ഈ ഭൂമുഖത്തുള്ള പള്ളികളെ കുറിച്ച് നക്ഷത്രങ്ങളോട് സമാനപ്പെടുത്തിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പള്ളിയുടെ പ്രത്യേകത. പള്ളിക്ക് ഏറ്റവും വലിയ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞത്, നേരത്തെ തങ്ങൾ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരു മനുഷ്യൻ സ്ഥിരമായി വരുന്നതും ബന്ധപ്പെടുന്നതും, ഇദാ റഅയ്തുമുർ റജുല യഅ്താദുൽ മസ്ജിദ്, ഒരു വ്യക്തി പള്ളിയുമായി ശരിക്ക് ബന്ധപ്പെടുന്നത് നിങ്ങൾ കണ്ടാൽ, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന തിർമിദിയുടെ ഹദീസിലുണ്ട്, മഹാനവറുകൾ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞ വഷ്ഹദു ലഹു ബിൽ ഈമാൻ, ആ മനുഷ്യൻ ഈമാൻ ഉണ്ട് എന്നതിന്റെ സാക്ഷ്യപത്രം അത് മാത്രം മതി, നിങ്ങൾ ധൈര്യമായി സാക്ഷി നിന്നോ. ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ സ്ഥിരമായി വരുന്ന ആളുകൾക്ക് ഒരുപാട് ഗുണഗണങ്ങളുണ്ട് പറഞ്ഞിട്ട്. നമ്മൾ പള്ളിയിൽ സ്ഥിരമായി വന്നുകൊണ്ട് ജമാഅത്തിൽ കൂടുകയും പള്ളിയിൽ കൃത്യമായി ബന്ധപ്പെടുകയും പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഇന്നലിൽ മസാജിദ് ഔതാദ, അള്ളാഹുവിന്റെ പരിശുദ്ധ പള്ളിയിൽ കൃത്യമായി വരുന്ന ചില ആളുകളുണ്ട്. കൃത്യമായി പള്ളിയുമായി ബന്ധപ്പെടുന്ന പതിവുകാരുണ്ട്. ആ പതിവുകാരായി പള്ളിയിൽ വരുന്ന ആളുകളുടെ പ്രത്യേകത മലായികത്തു ജുലസാഉഹും, മലക്കുകളാണ് അവരുടെ കൂട്ടുകാർ, അവരോട് ചേർന്നിരിക്കുന്നവരുമായി ബന്ധപ്പെടുന്നവർ. എന്നും പള്ളിയിൽ വരുന്നവന്റെ കൂടെ മലക്കുകളുടെ സാമീപ്യമുണ്ട്. എന്താണ് പ്രത്യേകത? ഇവരാരെങ്കിലും പള്ളിയിൽ ഒരു ദിവസം അസാന്നിധ്യത്തിലായാൽ, സ്ഥിരമായി പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിക്കുന്ന മനുഷ്യനെ പള്ളിയിൽ കാണാതായാൽ, യഫ്തഖിദൂനഹും, ഈ മലക്കുകൾ അയാളെക്കുറിച്ച് അന്വേഷണം നടത്തും. ആ മലക്കുകൾ അയാളെക്കുറിച്ച് തിരക്കും. പടച്ച റബ്ബിനോട് ചോദിക്കുമ്പോൾ, വൈദാ മരിദു, ഒരു രോഗം ബാധിച്ചാൽ, ആദൂഹും, ആ രോഗിയെ അവർ സന്ദർശിക്കും. നോക്കണം നിങ്ങൾ, അൽ മലായികത്തു ജുലസാഉഹും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പഠിപ്പിക്കുന്നു, പള്ളിയിൽ സ്ഥിരം വരുന്ന മനുഷ്യൻ രോഗിയായി കിടന്നാൽ മലക്കുകൾ പോലും അവനറിയാതെ അവനെ സന്ദർശിക്കും. മാത്രമല്ല വഇൻ കാനൂ ഫീ ഹാജത്തിൻ അആനൂഹും, എന്തെങ്കിലും ഒരു വൈയക്തികമായ ആവശ്യം അയാൾക്ക് സംഭവിച്ചു പോയാൽ, വ്യക്തിപരമായ എന്തെങ്കിലും ഒരു ഗുണം അയാൾക്ക് വേണ്ടി വന്നാൽ മലക്കുകളുടെ സഹായം അയാളിലേക്ക് നീങ്ങുമെന്ന് പറയുന്നു. ഹദീസാണ് പറയുന്നത്, വൈയക്തികമായ ഒരു മനുഷ്യന് സഹായം പോലും ചെയ്യുവാൻ പള്ളിയുമായുള്ള ബന്ധപ്പെടൽ മനുഷ്യനെ സഹായിക്കുമെന്ന് പരിശുദ്ധ തിരുദൂതർ. അതല്ലേ അതിന്റെ പ്രത്യേകത? ഒരു മനുഷ്യൻ 3 സമയത്ത് പിശാചിന്റെ ശിക്ഷയിൽ നിന്ന്, അല്ലെങ്കിൽ പിശാചിക വലയത്തിൽ നിന്ന്, പൈശാചിക പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവനാണെന്ന 3 സന്ദർഭങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ജലീസുൽ മസ്ജിദാണ്. എപ്പോഴും പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുന്നവൻ, പള്ളിയുമായി ബന്ധപ്പെടുന്നവൻ, പള്ളിയിൽ ഇത്തികാഫിരിക്കുന്നവൻ, ജലീസുൽ മസ്ജിദ് അലാ സലാത്തി ഖിസാലിൻ, പള്ളിയിലിരിക്കുന്ന ആൾക്ക് 3 പ്രത്യേകതകളുണ്ട്. എന്താ പറയുന്നത്? അവനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകതകളുണ്ട്. പള്ളിയിലിരിക്കുന്നവന്റെ ചില പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അഹും മുസ്തഫാദ് കലിമത്തും മുഹക്കമ ഔ റഹമത്തും മുൻതദറ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയുമായി ബന്ധപ്പെടുന്ന ആൾക്ക് ലഭ്യമാകുന്ന സവിശേഷ ഗുണങ്ങളെക്കുറിച്ചും അതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും, പള്ളിയിൽ ഇങ്ങനെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഭൂമുഖത്ത് നൽകുന്ന സവിശേഷമായ പ്രത്യേകതകളെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ വല്ലാതെ വിശദീകരിക്കുന്നില്ല, കാരണം സമയം അല്പം വൈകിപ്പോയെന്ന് തോന്നുന്നുണ്ട്, ആളുകൾക്കൊക്കെ തിരക്കുണ്ട് എന്നൊരു തോന്നലും എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ചുരുക്കി പറയുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പള്ളിയുമായി ബന്ധപ്പെടുന്നവനെ അന്വേഷിക്കുവാനും അവരിൽ നിന്ന് പ്രയോജനം കിട്ടുന്ന തരത്തിലുള്ള ചില പ്രത്യേകതകൾ സംഭവിക്കുവാനും ഒരു വ്യക്തിത്വമാണ് രൂപപ്പെട്ട് വരുവാനും അതുകൊണ്ട് സാധിക്കുമെന്ന് ഹദീസിൽ കൃത്യമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പള്ളിയെ ഒന്ന് പരിഗണിക്കണം. നമ്മൾ പള്ളിയിൽ കയറിയാൽ, ഏത് സമയത്ത് പള്ളിയിൽ കയറിയാലും ശരി, തഹരീമിന്റെ കറാഹത്ത് പോലും ഇല്ല, കാര്യം കടന്നല്ലോ. ഏത് സമയത്ത് പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കുക വളരെ പ്രധാനമാണ്. 2 റക്അത്ത് തഹിയ്യത്ത്, അഥവാ ഒരു മനുഷ്യന് തഹിയ്യത്ത് നമസ്കരിക്കാൻ കഴിയാത്തൊരു ഗത്യന്തരമില്ലാത്ത വിഷയം വന്നു എന്നിരിക്കട്ടെ, അവൻ അങ്ങനത്തെ ഒരു പ്രത്യേക കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 4 തവണ ചൊല്ലിയാൽ അതിന്റെ സ്ഥാനത്ത് നിൽക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. 4 തവണ ഈ ദിക്റെങ്കിലും ചൊല്ലുന്നത് പള്ളിയെ ഒരു പരിഗണിക്കലാണ്. സുഫിയാൻ തൗരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ പള്ളിയിൽ കയറി, റജുലുൻ ദഖലൽ മസ്ജിദ്, ഒരാൾ പള്ളിയിൽ കയറി വലം യുസല്ലി റക്അത്തൈനി, 2 റക്അത്ത് നിസ്കരിച്ചില്ല, അത് ജഫാഉൽ ഖൽബിന്റെ ലക്ഷണാണത്രേ.
ആ മനുഷ്യന്റെ മനസ്സിങ്ങനെ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. അള്ളാഹുവിന്റെ പള്ളിയിൽ കയറി ഇമാമിനെന്ന് കാണണം, പള്ളിയിൽ ഇമാമിന്റെ റൂമിൽ പോയി കണ്ടു, ബന്ധപ്പെട്ടു, കല്യാണത്തിന് ക്ഷണിച്ചു, തിരിച്ചിറങ്ങിപ്പോന്നു. ഒരു 2 റക്അത്ത് നമസ്കരിക്കുകയോ തഹിയ്യത്ത് നമസ്കരിക്കാൻ കഴിയാത്തൊരു സന്ദർഭമാണെങ്കിൽ ഈ ദിക്ർ ചൊല്ലുകയോ പള്ളിയെ പരിഗണിക്കുകയോ ചെയ്യാതെ അള്ളാഹുവിന്റെ ഭവനത്തിൽ കടന്ന് പടച്ചറപ്പിനെ പരിഗണിക്കാതെ പടപ്പിനെ കണ്ട് തിരിച്ചു പോരുന്നവന്റെ മനസ്സ് ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് തസൗഫിന്റെ ചിന്ത പങ്കുവെച്ചുകൊണ്ട് സുഫിയാനു തൗരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എഴുതി വെച്ചത് മനോഹരമായി ഗ്രന്ഥങ്ങളിൽ കാണുവാൻ കഴിയും. നമ്മളെപ്പോഴും പള്ളിയെ പരിഗണിക്കണം, അള്ളാഹുവിന്റെ പരിശുദ്ധ ഭവനത്തെ നമ്മൾ പരിഗണിക്കണം, പരിപാലിക്കണം. സ്വഹാബത്തിന്റെ ഉയർച്ചയ്ക്ക് ചരിത്രത്തിൽ ആകെ പറയുന്ന കാരണങ്ങൾ നോക്കുക നിങ്ങൾ. കൃത്യമായ ചില കാരണങ്ങൾ എന്തുകൊണ്ട് സ്വഹാബത്ത് ലോകത്ത് വിജയിച്ചു കൃത്യമായി പറയുന്നു. 5 കാരണങ്ങൾ. സ്വഹാബത്ത് ലോകത്ത് വിജയിച്ചതിന്റെ അടിസ്ഥാന കാരണങ്ങൾ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചത്, ഹദീസിന്റെ കിതാബിലുള്ളത്, താരീഖിലുള്ളത്, വളരെ പ്രധാനപ്പെട്ട ചില സവിശേഷ ഗുണങ്ങൾ. അതിൽപ്പെട്ട ഒന്നാണ് ലുസൂമുൽ ജമാഅ. ലുസൂമുൽ ജമാഅ, ഇത്തിബാഉ സുന്ന, ഇമാറത്തുൽ മസ്ജിദ്, തിലാവത്തുൽ ഖുർആൻ, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്. ഈ 5 കാര്യങ്ങൾ കൊണ്ടാണ് സ്വഹാബത്ത് വിജയിച്ചത് എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത് ലുസൂമുൽ ജമാഅ. അത് പള്ളിയിലെ ജമാഅത്തല്ല, അത് പള്ളിയിലെ ജമാഅത്തല്ല. ലുസൂമുൽ ജമാഅ എന്ന് പറഞ്ഞാൽ ഐക്യബോധം, ഒരുമിച്ച് നിൽക്കുക, സംഘബോധം. മുസ്ലിമീങ്ങൾ ഒന്നിച്ചു നിൽക്കണം. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും ഒരു തരത്തിലും ഭിന്നിപ്പ് വരാതെ പരമാവധി യോജിപ്പിച്ച് നിർത്താൻ കഴിയണം. സമുദായം എന്ന് പറയുന്ന ഈ സംഘശക്തി ഒരുമയോടെ നിൽക്കണം. ലുസൂമുൽ ജമാഅ വളരെ പ്രധാനമാണ്. സ്വഹാബത്ത് വിജയിച്ചത് അങ്ങനെയാണ്. ഏത് ചെറിയ പ്രശ്നത്തിലും അവർ ഒന്നിച്ചു നിൽക്കും. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അവരത് മറന്നിട്ട് ഒറ്റക്കെട്ടായി നിൽക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചാൽ അതിന്റെ അപ്പുറത്തേക്ക് അവർ പോകൂല. ഒരു ഫ്രെയിമിനുള്ളിൽ ഒരു നേതാവിന്റെ കീഴിൽ പടി ഉറച്ചു നിൽക്കും. അതാണ് പള്ളിയിൽ വന്നിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം പോലും ഒരു ഇമാമിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നത്. ലുസൂമുൽ ജമാഅ. രണ്ടാമത്തേത് ഇത്തിബാഉ സുന്ന. സ്വഹാബത്തിന്റെ വിജയത്തിന്റെ ആണിക്കല്ല് കൃത്യമായി പറയുന്ന ഇത്തിബാഉ സുന്ന. പരിശുദ്ധ പ്രവാചകർ എന്ത് പഠിപ്പിച്ചോ അതിനെ ശരിക്കും അനുധാവനം ചെയ്യുക. നബി തങ്ങൾ പഠിപ്പിച്ചതിനെ കൃത്യമായി പിന്തുടരുക. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ എന്ത് പഠിപ്പിച്ചോ അത് അപ്പടി പിന്തുടരുക. മറ്റൊന്ന് ഇമാറത്തുൽ മസ്ജിദ്. ഇമാറത്തുൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ പള്ളിയുടെ പരിപാലനം. പള്ളിക്ക് ശരിക്കും പരിപാലനം നടക്കണം. പള്ളിയിൽ കൃത്യമായ ഇതിന്റെ പരിപാലനം എന്ന് പറയുമ്പോൾ പള്ളിയുടെ പരിപാലനത്തിൽ പ്രധാനമാണ് കൃത്യമായ ബാങ്ക്, കൃത്യമായ ജമാഅത്ത്. കുറെ മനോഹരമായ മകുടമായ പള്ളികൾ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് കാര്യമില്ല. തുസഖറഫുൽ മഹാരിബ് വ തുഖറബുൽ ഖുലൂബ്. പള്ളികൾ മനോഹരമാവുകയും മിനാരങ്ങളൊക്കെ മിഹ്റാബുകളൊക്കെ മനോഹരമാവുകയും മനുഷ്യന്റെ മനസ്സുകൾ തകർന്നു പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമെന്ന് പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ചിട്ടുണ്ട്. ലോകത്ത് അങ്ങനെയാണ്. പള്ളികളൊക്കെ മനോഹരമായിരിക്കും. ഇപ്പൊ ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കുന്നു, ലോകത്തെ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം കൊടുത്ത 5.5 നൂറ്റാണ്ടോളം മുസ്ലിങ്ങളെ നേതൃത്വത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ഒട്ടോമൻ സാമ്രാജ്യം എന്ന് പറയുന്ന വലിയ സാമ്രാജ്യത്തിന്റെ വിളനിലമാണ്, അതിന്റെ കേന്ദ്രഭൂമിയാണ് തുർക്കി. നിങ്ങൾ പഠിക്കണം. ഒട്ടോമൻ തുർക്കികൾ എന്ന് പറയുമ്പോൾ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കേന്ദ്ര ബിന്ദുക്കളാണ് അവർ. ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലയുടെ കാലഘട്ടവുമായി ഇതിന് ബന്ധമില്ല. ഇത് അവിടെ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിച്ചത് ഉസ്മാൻ ഒന്നാമൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിക്ക് കീഴിൽ ലോകത്ത് ഒരുപാട് മുസ്ലിം ഭരണാധികാരികൾ ഈ പ്രദേശം കേന്ദ്രീകരിച്ചു കൊണ്ടുവന്ന പ്രഗത്ഭരായ ഭരണാധികാരികൾ. എത്ര പ്രഗത്ഭരെന്ന് ചോദിച്ചാൽ ടിപ്പു സുൽത്താനേക്കാൾ, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയേക്കാൾ പ്രഗത്ഭരായ ആളുകൾ. അതിൽപ്പെട്ട ഒരാളാണ് ഒട്ടോമൻ തുർക്കികളുടെ തലപ്പത്തുണ്ടായിരുന്ന ഭരണാധികാരി സുലൈമാൻ കാനൂനി. സുലൈമാൻ കാനൂനിയെ കുറിച്ച് ഇപ്പോഴും ചരിത്രത്തിൽ സുലൈമാൻ ദ മാഗ്നിഫിഷ്യന്റ് എന്നേ പറയുള്ളൂ. സുലൈമാൻ ദ മാഗ്നിഫിഷ്യന്റ് അങ്ങനെ പറയും. കാരണം അത്രയും വലിയ പ്രഗത്ഭന. ബൈത്തുൽ മുഖദ്ദസിന്റെ മതിൽക്കെട്ട് പുതുക്കി ഉയർത്തിയത് ഈ സുലൈമാൻ കാനൂനിയാണ്. ബൈത്തുൽ മുഖദ്ദസിൽ ഒരുപാട് പരിവർത്തനങ്ങൾ വരുത്തിയത് ഇദ്ദേഹമാണ് തുർക്കിയിൽ നിന്ന് വന്നിട്ട്. ഒട്ടോമൻ തുർക്കികൾ ലോകത്ത് പ്രസിദ്ധരാ. ഹറമിന്റെ മിനാരമുണ്ടാക്കിയ ഭരണാധികാരി വരെ, പരിശുദ്ധ ഹറമിന് മിനാരമുണ്ടാക്കിയ ഭരണാധികാരി ഒട്ടോമൻ തുർക്കികളിൽപ്പെട്ട ആളാ. അയാൾ തുർക്കിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അങ്ങനത്തെ പ്രഗത്ഭ ഭരണാധികാരികളുടെ നാട്ടിൽ കമാൽ പാഷ അധികാരത്തിൽ വന്ന 923 ശേഷം അറബി ഭാഷ നിരോധിച്ചു. അതുപോലെ തന്നെ ഖുത്ബ ഭാഷ മാറ്റി. അതുപോലെ മദ്രസകൾ നിർത്തി, ഖുർആന്റെ പഠനം നിർത്തി. ഇന്ന് നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ ലോകത്തെങ്ങുമില്ലാത്ത മനോഹരമായ പള്ളികൾ. ഞാൻ എൻ്റെ തുർക്കി സന്ദർശന വേളയിൽ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. സൗദി അറേബ്യയിൽ പോലും ഇല്ല അത്ര മനോഹരമായ പള്ളികൾ. പക്ഷേ നിസ്കരിക്കാൻ ആളുകളില്ല. ദീനറിയാത്തൊരു സമൂഹം, അറബി ഭാഷ പോലും അറിയില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ മനോഹരമായ പള്ളികൾ ടൂറിസ്റ്റുകൾ കയറി നിരങ്ങുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ക്രിസ്ത്യാനികളും ജൂതന്മാരും എല്ലാ ജാതി മതസ്ഥരും വന്ന് അള്ളാഹുവിന്റെ പള്ളിയിൽ കയറി ഇങ്ങനെ ഇറങ്ങുന്നു. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി പള്ളികൾ. അപൂർവം ചില പള്ളികളിൽ മാത്രം നല്ല സംരക്ഷണം നടക്കുന്നുവെങ്കിൽ വലിയ വലിയ മഹത്തുക്കൾ ജീവിച്ച മണ്ണാണത്.
നിങ്ങൾ ഓർത്തു നോക്കണം, വലിയുല്ലാഹി കുത്തുബുസ്സമാൻ മമ്പർ തങ്ങളുടെ മകൻ സയ്യിദ് ഫضل പൂക്കോയ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് തുർക്കിയിലാണ്, ഇസ്താംബൂളിൽ. പഴയ കാലത്ത് കുസ്തന്തീനിയ എന്ന് പറയുന്ന, അതിനു മുമ്പ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ആ നഗരത്തിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് മമ്പറത്തെ തങ്ങൾ ഒരു ഗ്രന്ഥം എഴുതിയിട്ട് ആ മമ്പറത്തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ സയ്യിദ് ഫضل പൂക്കോയ തങ്ങൾ ബാപ്പ എഴുതിയ ഗ്രന്ഥത്തെ വിപുലീകരിച്ചുകൊണ്ട് ഉദ്ദത്തുൽ ഉമറാഇ വൽ ഹുകാം ലി ഇഹാനത്തിൽ ഖഫറത്തി വഅബദത്തിൽ അസ്നാം എന്ന് പറയുന്ന വലിയൊരു കൃതി ഉണ്ടാക്കിയിട്ട് ജനത്തിന് സമർപ്പിച്ചു, ബ്രിട്ടീഷുകാരെ നാട് കടത്താൻ. ആ പുസ്തകം കളക്ടർ കനോലി സാഹിബ് കണ്ടുകെട്ടി. കളക്ടർ കനോലി ഇത് എഴുതിയ ആളെ നാട് കടത്താൻ ഉത്തരവിട്ടു. നാട് കടത്താൻ ഉത്തരവിട്ടപ്പോൾ അദ്ദേഹം എന്നെ കൊണ്ട് പ്രശ്നമുണ്ടാകരുത് എന്ന് കരുതി പരപ്പനങ്ങാടി കടപ്പുറത്ത് ഉരുവിൽ കയറി നേരെ പോയി കടൽ കടന്ന് കപ്പലിൽ അദ്ദേഹം അറബ് നാട്ടിലെത്തി, നാടായ യമനിലെത്തി. യമനിലെ ഗവർണറായി. പിന്നീട് അദ്ദേഹം ഇസ്താംബൂളിലേക്ക് സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ ഭരണകാലത്ത് ക്ഷണിക്കപ്പെട്ടു. അവിടെ ഔദ്യോഗികമായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കെ മരിച്ചു. 1901 മരിച്ച് അദ്ദേഹത്തിന്റെ ഖബറുണ്ട് ഇസ്താംബൂളിൽ. ഇന്നും എഴുതി വെച്ചിരിക്കുന്നു മനോഹരമായി. ഫضل പാഷ, പാഷ എന്ന് അവർ ബഹുമാനിച്ച് പറയാം. കമാൽ പാഷ എന്ന് പറയുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ബഹുമാനത്തിന്റെ വാക്കാണ് തുർക്കികളുടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അത്ര വലിയ മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിൽ ഇസ്ലാമിന്റെ ഷിആർ നശിച്ചു. എന്തേ കാരണം? പള്ളി ഉണ്ടായിട്ട് കാര്യമില്ല. ലോകത്തെ ഏറ്റവും വലിയ പള്ളികളുള്ളത് അവിടെയാണ്, ഏറ്റവും മനോഹരമായ പള്ളികളുള്ളത് അവിടെയാണ്. ഇസ്താംബൂളിൽ ഒട്ടോമൻ തുർക്കി സിനാൻ എന്ന് പറയുന്ന ഒരു ശില്പിയുണ്ട്, ലോകത്ത് അറിയപ്പെടുന്ന ആളാ. ഹയാ സോഫിയ എന്ന് പറയുന്ന, ഹാഗിയ സോഫിയ എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന മനോഹരമായ പള്ളി നിർമ്മിച്ചത്, അതിന് തുർക്കി താജ്മഹൽ എന്നാണ് പേര്. കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. അതുപോലെ ബ്ലൂ മോസ്ക് എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ മനോഹാരിത ലോകത്ത് അത്ഭുതമാണ്. നെറ്റിലടിച്ചു നോക്കുക, ബ്ലൂ മോസ്ക്, നല്ല മനോഹരമായ ചിത്രം കിട്ടും. അതിൻ്റെ അകത്ത് കടന്നാൽ ആ കാണുന്നതിനേക്കാൾ മനോഹരമാണ് ആ പള്ളി. പക്ഷെ എന്താണ് ആ പള്ളിയുടെ ഗതി എന്നറിയോ? ആ പള്ളിയിൽ ഒരു ജമാഅത്ത് പോലും കൃത്യമായി നടക്കുന്ന സംവിധാനം കാണുന്നില്ല. നേരെ മറിച്ച് സ്ഥലത്ത് എവിടെയും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇത്ര മനോഹരമായി പള്ളി ഉണ്ടായിട്ട് കാര്യമില്ല. ആ പള്ളിയിൽ ആരാധനക്ക് സൗകര്യം, ഇമാറത്തുൽ മസ്ജിദ് ഇല്ലെങ്കിൽ അപകടപ്പെട്ടു പോകും. വലിയ വലിയ മഹത്തുക്കളുണ്ട് അവിടെ, പരിപാലിക്കപ്പെടുന്ന പള്ളികളുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ മദീനയിൽ സ്വീകരിച്ച ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ മഖ്ബറ സ്ഥിതി ചെയ്യുന്നത് ഇസ്താംബൂളിൽ തന്നെയാണ്. അതിനോടനുബന്ധിച്ചുകൊണ്ട് മനോഹരമായ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ കൃത്യമായി ജമാഅത്ത് നടക്കുന്നു, സിയാറത്ത് നടക്കുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ താടി രോമം മനോഹരമായി അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പെട്ടിയിൽ ആർക്കും കാണാൻ പറ്റും. എത്ര മനോഹരമാണ് അതൊക്കെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആധാറുകൾ മുഴുവൻ സൂക്ഷിച്ച മണ്ണിൽ തലയെടുപ്പോടെ നിൽക്കുന്ന പള്ളികളിൽ ഇന്ന് മനുഷ്യർക്ക് ഇമാറത്ത് നടത്താൻ കഴിയാത്തത് കൊണ്ട് തകർച്ചയുടെ വക്കിലാണവർ. ഇപ്പൊ ആ രാജ്യം ഭരിക്കുന്ന റജബ് തൊയ്യിബ് എർദോഗാന്റെ നേതൃത്വത്തിൽ ഒരു പരിവർത്തനം വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ചിന്ത. ഇമാറത്തുൽ മസ്ജിദ് പ്രധാനമാണ്. അതുപോലെ തന്നെ തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതുക, അതിലെല്ലാം പെട്ടു. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ മാർഗരേഖ. ആ ഖുർആൻ നമ്മൾ ഓതുന്നുവെങ്കിൽ അത് നമുക്കൊരു പിടിവള്ളിയാണ്. മറ്റൊന്ന് അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം എന്ന് പറഞ്ഞാൽ വാളെടുത്ത് സമരം ചെയ്യൽ മാത്രമല്ല, തിന്മകൾക്കെതിരെയുള്ള നിലപാട്, അധർമ്മങ്ങൾക്കെതിരെയുള്ള നിലപാട്, അസത്യത്തിനെതിരെയുള്ള ഉറച്ച കാൽവെപ്പ്. ഈ ലുസൂമുൽ ജമാഅത്തും ഇത്തിബാഉ സുന്നയും ഇമാറത്തുൽ മസ്ജിദും തിലാവത്തുൽ ഖുർആനും അൽ ജിഹാദു ഫീ സബീലില്ലാഹ് എന്ന ധർമ്മ സമരവുമാണ് ലോകത്ത് സ്വഹാബത്തിനെ വിജയിപ്പിച്ചത് എന്ന് ചരിത്രം കൃത്യമായി പറയുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പള്ളിയിൽ നിങ്ങൾ വന്ന് നിസ്കരിക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിന്റെ അതിഥിയാണ്. നമ്മൾ കഅബയിലേക്ക് പോകുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ അതിഥിയാണെന്ന് പറയാറില്ലേ? അൽ മസാജിദ് ബുയൂത്തുല്ലാഹ്, അള്ളാഹുവിന്റെ പള്ളികൾ പടച്ചറബിന്റെ ഭവനങ്ങളാകുന്നു. ബുയൂത്തുല്ലാഹി ഫിൽ അർളി, ഭൂമുഖത്തെ പടച്ചറബിന്റെ ഭവനമാണ് പള്ളി. വൽ മുസല്ലി ഫിഹാ സായിറുല്ലാഹ്, ഈ പള്ളിയിൽ കടന്നു വരുന്നവൻ പടച്ചറബിന്റെ സന്ദർശകനാകുന്നു. അങ്ങനെ തന്നെയാണ് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചത്. അൽ മസാജിദ് ബുയൂത്തുല്ലാഹി ഫിൽ അർളി വൽ മുസല്ലി ഫിഹാ സായിറുല്ലാഹി, ആ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവൻ പടച്ചറബിന്റെ സായിറാണ്, സന്ദർശകനാണ്. വഹഖുൻ അലൽ മസൂർ, സന്ദർശിക്കപ്പെടുന്നവന്റെ മേൽ കടമയാണ്, ബാധ്യതയാണ്. അള്ളാഹു നമുക്ക് ചെയ്തു തരാനുള്ള കാര്യമാണെന്ന് ഐ യുക്രിമ സായിറഹു, ഇവിടെ സന്ദർശിക്കുന്നവനെ മാനിക്കുക, അവനെ പരിഗണിക്കുക. മസൂറാന സ്വാഹിബുൽ ബൈത്തില്ലദീ യസൂറുഹു, സന്ദർശിക്കുന്ന വീട്ടിന്റെ ഉടമയാണ് അവനത്, പടച്ചറബാണ്. ഇതിന്റെ ഉടമയാരാ? പടച്ചറബാണ്, നമ്മളല്ല, പണം തന്ന അറബിയല്ല. അള്ളാഹുവിന്റെ ഭവനമായി വഖഫ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പള്ളിയാണ്. ആ പള്ളിയിൽ സന്ദർശിക്കുന്നവൻ പടച്ചറബിന്റെ അതിഥിയാണ്. അതിഥിയെ നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങൾ ക്ഷണിച്ചാൽ, നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ആ വീട്ടിൽ നിങ്ങൾ എന്തൊക്കെ സൗകര്യം അതിഥിക്ക് ചെയ്തു കൊടുക്കും എന്ന പോലെ പടച്ചറബിന്റെ വീട്ടിലേക്ക് ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി നിങ്ങളെ വിളിച്ചതാണ് കേട്ടോ. അങ്ങനെ വിളിച്ചിട്ടാ നിങ്ങൾ വരുന്നത്, ഹജ്ജിനെ വിളിക്കുന്നത് പോലെ വിളിച്ചിട്ടാ നിങ്ങൾ വരുന്നത്.
അങ്ങനെ വിളിച്ചിട്ട് വരുന്നവനെ തീർച്ചയായും പടച്ചറബ് മാനിക്കും. അത് ശരിക്കും മനസ്സിലാക്കണം. മുഅ്മിനിന് 3 സമയത്ത് കാവല് കിട്ടുമെന്ന് പറഞ്ഞില്ലേ? ഒരു മുഅ്മിനായ മനുഷ്യന് 3 സമയത്ത് സുരക്ഷിതത്വം കിട്ടും. ഹുസൂനുൽ മുഅ്മിനി സലാസ, 3 സന്ദർഭത്തിൽ ഒരു മനുഷ്യന് സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ സംരക്ഷണമുണ്ട്. ഒന്നെന്താ? അൽ മസ്ജിദ്, അള്ളാഹുവിന്റെ ഭവനം. ഈ ഭവനത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ പിശാച് നിങ്ങളെ പിടികൂടൂല. ഈ ഭവനത്തിൽ നിങ്ങൾ വന്നിരിക്കുമ്പോൾ പിശാച് പിടികൂടൂല. വദിക്റുല്ലാഹി തആല, നിങ്ങൾ ദിക്റിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ പിശാചിന് നിങ്ങളെ പിടിക്കാൻ കിട്ടൂല. ദിക്റിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ സുരക്ഷിതരാണ്. അതുപോലെ തന്നെ വതിലാവത്തുൽ ഖുർആൻ, ദിക്റുല്ലാഹി തആല വതിലാവത്തുൽ ഖുർആൻ. നോക്ക് നിങ്ങൾ, ഹുസൂനുൽ മുഅ്മിനി തലാസത്തുൻ അൽ മസ്ജിദു, ഒന്ന് മസ്ജിദാകുന്നു, ഒന്ന് ദിക്റുല്ലയാകുന്നു, ഒന്ന് തിലാവത്തുൽ ഖുർആനാണ്. വൽ മുഅ്മിനു ഇദാ കാന ഫീ വാഹിദിൻ മിൻ ദാലിക ഫഹുവ ഫീ ഇസ്നിൻ മിനശ് ശൈത്വാൻ, ഫഹുവ ഫീ ഹിസ്നിൻ മിനശ് ശൈത്വാൻ. പിശാചിൽ നിന്ന് സുരക്ഷിതനാണ് അവൻ, സംരക്ഷിതനാണ് അവൻ. എത്ര മനോഹരമാണ്! അപ്പൊ പിശാചിൽ നിന്ന് സംരക്ഷണം കിട്ടുന്ന ഒരു പ്രദേശത്ത് കൂടിയാണ് നമ്മളുള്ളത്. അങ്ങനെയുള്ളൊരു പള്ളിയിലാണ് നമ്മൾ. നിങ്ങൾ ഈ പള്ളിയിലേക്കൊന്ന് ഇടങ്ങാറായി നിസ്കരിക്കാൻ വന്നാൽ എന്തോ ഒരു കൂലിയാണ്. ഇമാം ബുഖാരി തങ്ങൾ മനോഹരമായിട്ട് പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ ഇടങ്ങാറായി പള്ളിക്ക് രാവിലെ വരികയാണ്, വിളിച്ചൊന്ന് ബശ്ശിരിൽ മശാഇന ഫിൽ ളുലം, ഇരുട്ടത്ത് പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു വരുന്നവർക്ക് സന്തോഷ വാർത്ത. ളുലം എന്ന് പറഞ്ഞാൽ ഇരുട്ടല്ലേ? ആ ഇരുട്ടത്ത് ഇങ്ങനെ നടന്നു വരികയാൽ മസാജിദി, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ഇരുട്ടത്ത് നടന്നു വരുന്നവൻ സന്തോഷിക്കട്ടെ. ബിന്നൂരി താമ്മി യൗമൽ ഖിയാമ, പരലോകത്ത് പരിപൂർണമായ പ്രകാശമുണ്ടാകും അവന്. ഖബർ പ്രകാശിപ്പിക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യാറില്ലേ? അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നടന്നു വരുന്നവന് കൃത്യമായും അത് പ്രകാശിപ്പിച്ചു കൊടുക്കും. കൂടുതലൊന്നും പറയണ്ടല്ലോ പള്ളിയുടെ മഹത്വം. ഒറ്റ ഹദീസ് മാത്രം പറഞ്ഞാൽ മതി. നമ്മുടെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ കണക്കെടുക്കുമ്പോൾ ഒറ്റ കാര്യം മതി, മൂക്ക് കുത്താൻ. പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് എറിയാൻ എന്താ? ബിഹസ്ബിൽ മുഅ്മിൻ, ബിഹസ്ബിൽ മുഅ്മിൻ. ആ പ്രയോഗത്തിന്റെ പ്രത്യേകത, അത് മാത്രം മതി കൂട്ടരെ. ബിഹസ്ബിൽ മുഅ്മിൻ മിനശ് ശഖാഇ വൽ ഖൈബ. ഒരു മനുഷ്യൻ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വിടാൻ ഒറ്റ സംഗതി മതി. അതെന്താ? ഐ യസ്മഅൽ മുഅദ്ദിന, ഐ യസ്മഅൽ മുഅദ്ദിന, മുഅദ്ദിനെ അവൻ കേൾക്കുന്നു, ബാങ്ക് കേൾക്കുന്നു. യുസവ്വിബു, അയാൾ നിസ്കാരത്തിന്റെ യുസവ്വിബു ബിസ്സലാ, നിസ്കാരത്തിന്റെ പ്രതിഫലം ഇങ്ങനെ വിളിച്ചു വിളിച്ചു പറയുന്നു. നിസ്കാരത്തിന്റെ പ്രതിഫലം വിളിച്ചു പറയുന്ന മുഅദ്ദിനെ നിങ്ങൾ കേൾക്കുന്നു. ഫലാ യുജീബുഹു, നിങ്ങൾ മറുപടി കൊടുക്കൂല, നിങ്ങൾ അതിന് മറുപടി കൊടുക്കൂല എന്ന് പറഞ്ഞാൽ പള്ളിക്ക് തിരിഞ്ഞു നോക്കൂല. അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് വമ്പിച്ച നാശമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. പിന്നെ ജമാഅത്തിന്റെ പ്രത്യേകതയും മറ്റൊന്നും ഞാൻ പറയണ്ടല്ലോ. അപ്പൊ നമ്മുടെ പള്ളി എന്ന് പറയുന്ന ഈ സാംസ്കാരിക നിലയത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്താ? മദീന പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പരിശുദ്ധ പ്രവാചകർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ മദീന പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തൊക്കെ ഗുണഗണങ്ങൾ ചെയ്തു കൊടുത്തു സമൂഹത്തിന്. എന്തൊക്കെയാണ് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു? സംസ്കാരം പഠിപ്പിച്ചു, ദീന് പഠിപ്പിച്ചു, തൊഴിൽ പഠിപ്പിച്ചു, ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു. ഇസ്ലാമിന്റെ ശറഅ മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തു. പള്ളിയിൽ വെച്ച് ശരിക്കും പള്ളി ഒരു സെക്രട്ടേറിയറ്റ് ആക്കി മാറ്റി. തർക്കം അവിടെ തീർക്കും, എല്ലാ വിഷയങ്ങളും അവിടെ കൈകാര്യം ചെയ്യും. പള്ളിയിൽ കൃത്യമായി മനുഷ്യൻ വരികയും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യാം. ജമാഅത്തിന്റെ പ്രത്യേകത, ഓരോരുത്തരും തമ്മിൽ വലിയൊരു ബന്ധം ഉണ്ടാവും. ആരാ വരാത്തത് അവനെക്കുറിച്ച് അന്വേഷിക്കും. ഒരേ സഫിൽ നിന്നൊരു ഇമാമിന്റെ കീഴിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവൻ ഐക്യത്തിന്റെ പാഠം പഠിക്കും. അതാ വേണ്ടത്. പക്ഷെ ആ നിസ്കാരം പോലെ ആകണം. ഇല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. അതാ പറഞ്ഞല്ലോ, സ്വല്ലൈതും ഹത്താ തകൂനു കൽ ഹനായ വസുംതും ഹത്താ തകൂനു കൽ ഔതാർ. നിങ്ങൾ അങ്ങനെ നിസ്കരിച്ച് വില്ല് പോലെ വളഞ്ഞാലും, വസുംതും നിങ്ങൾ നോമ്പ് നേറ്റു, ഹത്താ യകൂനു കൽ ഔതാർ, നിങ്ങൾ വില്ലുമ കെട്ടുന്ന നൂല് പോലെ മെലിഞ്ഞു പോയി. നിങ്ങൾ നിസ്കരിച്ച് വളഞ്ഞു, നോമ്പ് നോറ്റ് നിങ്ങൾ നൂല് പോലെ മെലിഞ്ഞു പോയി. നോമ്പ് നോറ്റ് മെലിഞ്ഞു, നിസ്കരിച്ച് വളഞ്ഞു. ഫലായം ഫഴക്കും, ഒരു പ്രയോജനവും നിങ്ങൾക്ക് കിട്ടൂല. ഇല്ലാ ബിൽ സൂക്ഷ്മതയില്ലെങ്കിൽ. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തണം. ജീവിതത്തിൽ ശുദ്ധി വേണം. റിജാലുൻ യുഹിബൂന എന്ന് പറഞ്ഞിട്ട് ശുദ്ധി ഇഷ്ടപ്പെടുന്നവരെന്നല്ലേ പറഞ്ഞത്? തങ്ങൾ വിശദീകരിച്ചല്ലോ, ഞാൻ പറയണ്ടല്ലോ. വൈയക്തിക വിശുദ്ധി വേണം. പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ പോരാ. ഇന്ന് നിസ്കാരത്തിന് ആള് കൂടുതലാ. ഒന്നാം സഫിൽ നിസ്കരിക്കുന്നു തന്നെ കള്ളിഷാപ്പിലുണ്ടാവും ചിലപ്പോൾ. അതാ കുഴപ്പം. പള്ളിയിൽ വന്ന് കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കുന്നവൻ തന്നെ വട്ടിപ്പലിശ വാങ്ങുന്നുണ്ടാവും. നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം അത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഭവനത്തെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കണം നമ്മൾ. ഒരു സാംസ്കാരിക നിലയത്തിന്റെ സവിശേഷതയും അതിന്റെ പ്രത്യേകതയും മനസ്സിലാക്കണം. നിങ്ങൾ നോക്ക്, ഒരു അറബി എത്ര ദൂരത്തിനാണ് ഇതിന് പൈസ തന്നത്? അയാൾ ശരിക്കും ഇത് കാണുന്നില്ലല്ലോ. അയാളിത് കാണുന്നില്ലേ? ശരിക്കും അയാൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു എന്നോട്. നമ്മളൊക്കെ ദുആ ചെയ്യേണ്ടതാ. അള്ളാഹു അറബി സഹോദരന് ഈ പരിശുദ്ധമായ പള്ളി നിർമ്മിച്ചതിന് നമ്മളെ ഒരു നിർബന്ധമുള്ളവരാ. കാരണം എന്താ? അയാൾ ഈ പള്ളിക്ക് വേണ്ടി കൃത്യമായി പണം ചെലവഴിച്ചു. ബിനാഉൽ മസ്ജിദ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എത്ര? അവ നമ്മളൊക്കെ നമ്മുടെ കൽവിൽ നൽതസിമു അൻ നഷ്കുറ ലി അഖീനൽ ഫാദിൽ അഷെയ്ഖ് റാഷിദ് മുഹമ്മദ് ബൂജസീം മിനൽ ഇമാറാത്തിൽ അറബിയത്തിൽ മുത്തഹിദ. അദ്ദേഹത്തിന്റെ പേരോട് എഴുതപ്പെട്ടിട്ടുണ്ട്.
ഷെയ്ഖ് റാഷിദ് മുഹമ്മദ് ബൂജസീം, അദ്ദേഹമാണ് ഈ പള്ളിക്ക് വേണ്ടി പണം ചെലവഴിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് നൽതസിമു അൻ നഷ്കുറ ലി അഖീന അൽ ഫാദിൽ ഷെയ്ഖ് റാഷിദ് മുഹമ്മദ് ബൂജസീം അല്ലദീ അൻഫഖ മാലഹു ലിബിനാഇ ഹാദൽ മസ്ജിദ് أنفق ماله لبناء هذا المسجد وأنتم تعرفون لا نطيق لبناء هذا المسجد أن نبني مثل هذا المسجد في قرية فلما سمع الشيخ أن أهوال هذه القرية أنفق ماله بواسطة أبو بكر തോരൻ. വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം, ഒരു സുഹൃത്തിന്റെ വാസിത്ത കൊണ്ട് അദ്ദേഹം ഇതിനു വേണ്ടി പണം ചെലവഴിച്ചു. ആ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യൽ. ബാറകല്ലാഹു ലഹു വലി ഉസ്റതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും അതിന്റെ കുടുംബത്തിനും ഇതിന്റെ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ, അദ്ദേഹത്തിന്റെ തൊഴിലിൽ, എല്ലാ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മളെയും സ്വർഗ്ഗത്തിൽ ഒന്നിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം നമ്മൾ. അത്രമാത്രം മനോഹരമായ ഒരു കർമ്മമാണ് അദ്ദേഹം. ദൂരെ നിങ്ങൾ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പോലും ഒന്ന് ചിന്തിക്കണം. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു സംഗതി ചെയ്യുമ്പോൾ നമുക്കത് ബോധ്യപ്പെടണമല്ലോ. ഇതൊരു മലയാളിയായ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ വിശ്വസിച്ചുകൊണ്ട് എത്രയോ അറബികൾ പണം കൊടുക്കുന്നു. അവർ ഈ പള്ളി കാണുന്നില്ല, അവർ ഈ പള്ളി ദൂരെ നിന്ന് നോക്കി കാണുന്നില്ല. ചിലപ്പോൾ എൻ്റെ ചിത്രം കണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഓഡിയോ വീഡിയോ കണ്ടെങ്കിൽ അത്രയും ഉണ്ടാവും. എന്നിട്ട് പോലും അവർ ദൂരേക്ക് ഇത്രയും പണം കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൻ്റെ വിശ്വാസം നോക്ക് നിങ്ങൾ ചെയ്യുമോ? നമ്മൾ ചെയ്യില്ലല്ലോ. അവർ അന്യ നാട്ടിൽ നിന്നുകൊണ്ട് പണം കൂടുതലുള്ളത് കൊണ്ടല്ല. ഞാൻ മനസ്സിലാക്കേണ്ട പലപ്പോഴും ഒരുപാട് പണമുള്ള അറബികളല്ല ഈ പള്ളി നിർമ്മിക്കുന്നത്. ഒരു ആവറേജ് പണമുള്ള സാധാരണ ഇപ്പോൾ ഇമാറാത്തുൽ അറബിയത്തുൽ മുത്തഹിദ എന്നൊക്കെ പറയുമ്പോൾ, യു എയിലെ ദുബൈ എന്നൊക്കെ പറയുമ്പോൾ അവിടെ വലിയ ബിസിനസ്സുകാരൻ നയിക്കൊള്ളുന്നില്ല. അന്വേഷിച്ചാൽ അറിയാം. വലിയ പണമുള്ളവരും സാധാരണക്കാർ പോലും കൊടുക്കുന്ന കാരണം പരലോകത്തൊരു ഭവനം നിർമ്മിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടുകാർക്ക് നമുക്ക് ഇങ്ങനെ നിർമ്മിക്കാൻ കഴിയില്ല പെട്ടെന്ന്, കാരണം നമുക്കതിന് ഒരുപാട് പിരിവെടുക്കേണ്ടി വരും. ഇന്ന് കേരളക്കരയിൽ ജ്വലിച്ചു നിൽക്കുന്ന പള്ളികളിൽ പലതും അറബികളുടെ പള്ളിയാണ്, പലതും അവർ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ആ മനുഷ്യന്മാരെ മനസ്സിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം നോക്കണം നിങ്ങൾ. നമുക്കത് പരിപാലിക്കേണ്ട ചുമതലയുള്ളൂ. നമ്മളൊന്ന് മര്യാദക്ക് പരിപാലിച്ച് കൃത്യമായി ജമാഅത്ത് നടത്തി കൊണ്ടു നടന്നാൽ അതിൻ്റെ പ്രതിഫലം എത്രയാ? ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് പള്ളികൾ, അതുപോലെ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തും നമ്മുടെ അവർക്ക് വിശ്വാസമാണ്. പ്രത്യേകിച്ച് മലയാളികളെ നമ്മുടെ ജീവിതം, ക്രമം, എല്ലാ രീതികളും അവർക്ക് ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഇത്തരം ഒരു പള്ളി നമുക്ക് ലഭ്യമാകുമ്പോൾ അള്ളാഹുവിൻ്റെ വലിയൊരു നിഅമത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനുവേണ്ടി പണിയെടുത്ത പ്രിയപ്പെട്ട അബൂബക്കറിനെ അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. കാരണം വളരെ നല്ല രീതിയിൽ അതിനൊരു സഹകരണം കാണിച്ചതല്ലേ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളാണ് ശരിക്കും സമൂഹത്തിൽ നമ്മളൊക്കെ നിർവഹിക്കേണ്ടത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം നിങ്ങളൊന്ന് നീണ്ടൊരു പ്രസംഗമല്ല ആഗ്രഹിക്കുന്ന എനിക്കറിയാം. വലിയൊരു അതൊന്നും അല്ലല്ലോ ഇത്. അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനം നിർമ്മിച്ചുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് പറഞ്ഞ വാചകം റബ്ബന തഖബ്ബൽ മിന്ന എന്നാണ്. ഏത് നല്ല കാര്യം ചെയ്താലും പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിൻ്റെ ഭവനം നിർമ്മിക്കുന്നതിനേക്കാൾ ലോകത്ത് പുണ്യപ്പെട്ട അമലെന്താ പറയുക? എന്നിട്ട് പോലും പറഞ്ഞു പടച്ചവനെ സ്വീകരിക്കണേ, അള്ളാഹു ഇത് നമ്മിൽ നിന്നൊരു സ്വാലിഹ അമലായി കബൂൽ ചെയ്യട്ടെ. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതോടൊപ്പം ഇത് ശരിക്കും പരിപാലിക്കാനുള്ള ഒരു കഴിവും തൗഫീഖും നമുക്ക് വേണം. അവിടെ നമ്മൾ പരാജയപ്പെട്ടാൽ പടച്ച റബ്ബ് നമ്മളോട് ചോദിക്കും. അള്ളാഹു തീർച്ചയായും നമ്മളെ വിചാരണ ചെയ്യും, ഉറപ്പാണ്. കാരണം ഇത്ര നല്ലൊരു സൗകര്യം അറബി നമ്മളെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നിട്ട് അവിടെ ജമാഅത്ത് നടക്കാതെ, ആ പള്ളി പരിപാലിക്കാതെ നമ്മൾ മുന്നോട്ട് പോയാൽ ഉറപ്പാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് മുമ്പിൽ നമ്മളൊക്കെ കൈ കെട്ടി നിന്ന് സമാധാനം പറയേണ്ടി വരും. ആ മനുഷ്യൻ നമ്മളെ വിശ്വസിച്ച് ജമാഅത്ത് നടക്കുന്നൊക്കെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി ആ പള്ളി ശരിക്കും അള്ളാഹുവിൻ്റെ ഭവനമാക്കി ഞങ്ങൾ നിലനിർത്തുമെന്ന് പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന പൈസ കൊണ്ട് പള്ളി നിർമ്മിച്ച് ശരിക്കും നമ്മളത് പരിപാലിക്കാതിരുന്നാൽ നമ്മൾ അള്ളാഹുവിനോടും കുറ്റക്കാരാണ്, അദ്ദേഹത്തോടും കുറ്റക്കാരാണ്, പടപ്പിനോടും കുറ്റക്കാരാണ്, അള്ളാഹുവിനോടും കുറ്റക്കാരാണ്. ആ ബോധം ശരിക്കും നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ ഉണ്ടാവണം. കാരണവന്മാർക്ക് അതുണ്ട്. കാരണവന്മാർ പള്ളിയിൽ വരും, അവർ പള്ളി ഹയാത്താക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ റമദാനാണ് വരുന്നത്. നല്ലൊരു മുഹൂർത്തത്തിലാണ് നമ്മുടെ പള്ളിയുടെ ഉദ്ഘാടനം. പരിശുദ്ധ റമദാൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ മനസ്സുകളെ സംസ്കരിക്കാനൊരു സമയമാണ്. ഒരു സംസ്കൃത മനസ്സുമായി നമുക്ക് പടച്ച റബ്ബിലേക്ക് അടുക്കാനുള്ള സന്ദർഭമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ പരിശുദ്ധ റമദാൻ ഈ പള്ളി സജീവമാക്കാൻ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അറബിക്ക് അതുകൊണ്ട് തന്നെ വലിയ പ്രതിഫലം കിട്ടും. ഇത്തികാഫിന് പള്ളിയിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ ഇത്തികാഫിനേക്കാൾ പുണ്യപ്പെട്ട കാര്യം എന്താ? വമൻ ഇഅ്തഖഫ യൗമൻ ഇബ്തിഗാഅ മർളാത്തില്ലാ ജഅലല്ലാഹു ബൈനഹു വ ബൈനൻ നാരി സലാസ ഖനാദിഖ്. ആ ഹദീസിന്റെ വ്യാപ്തി നോക്ക് നിങ്ങൾ. ഇമാം മുസ്ലിം തങ്ങളാണ് ഉദ്ധരിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ. പരിശുദ്ധ തിരുദൂതർ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യൻ ഒരു പള്ളിയിൽ വമൻ ഇഅ്തഖഫ യൗമൻ, ഒരു ദിവസം പള്ളിയിൽ ഒരാൾ ഇഅ്തികാഫിരുന്ന് ഇബ്തിഗാഅ മർളാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പള്ളിയിൽ ഒരു ദിവസം എഴുത്തിക്കാഫിരുന്നു, ഒരു നേരം എഴുത്തിക്കാഫിരുന്നു. അങ്ങനെ എഴുത്തിക്കാഫിരുന്നാൽ ജഅലല്ലാഹു ബൈനഹു വ ബൈനൻ നാർ, അവൻ്റെയും നരകത്തിൻ്റെയും മധ്യത്തിൽ അല്ലാഹു സൃഷ്ടിക്കും സലാസ ഖനാദിഖ്, മൂന്ന് കിടങ്ങുകൾ സൃഷ്ടിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അവൻ നരകത്തെ തൊട്ട് അത്രയും വിദൂരത്താകുമെന്നാണ്. നരകത്തെ തൊട്ട് വിദൂരത്താകലല്ലേ നമ്മുടെയൊക്കെ ആഗ്രഹം?
നരകാഗ്നിയിൽ ഒരു മനുഷ്യൻ കിടന്നാൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലേ? അപ്പം നരകത്തിൽ നിന്നൊരു മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന ഏറ്റവും വലിയ അമലാകുന്നു, ഇബാദത്താകുന്നു പള്ളിയിലെ എഴുത്തിക്കാഫ്. ആ എഴുത്തിക്കാഫ് ഒരു മനുഷ്യൻ ഇരിക്കുന്നുവെങ്കിൽ ഒരു ദിവസം ഇരുന്നാൽ ആ മനുഷ്യന് കിട്ടാൻ പോകുന്ന പ്രതിഫലമാണ് പറഞ്ഞത്. ആ പ്രതിഫലത്തിന് തുല്യം നമ്മൾ പള്ളിയിൽ പരിശുദ്ധ റമദാനിലൊന്ന് എഴുത്തിക്കാഫ് ഇരുന്ന പൂർവ്വകാലത്ത് നമ്മുടെ കയ്യിൽ സംഭവിച്ചു പോയ വീഴ്ചകൾ തൗബ ചെയ്ത് പടച്ചറബിനോട് കരഞ്ഞു പറഞ്ഞാൽ പടച്ചറബ് തൗബ സ്വീകരിക്കുമെന്ന് ഉറപ്പല്ലേ? അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പള്ളി നൽകുന്നൊരു സന്ദേശമുണ്ട്. നിസ്കാരം തുടങ്ങുമ്പോൾ തന്നെ കൈ കെട്ടിയിട്ട് ഇയ്യാക നഅ്ബുദു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ നമ്മൾ എന്നൊരു വികാരം. അതിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലാഹുവേ, നിന്റെ സച്ചരിതരായ അടിമകൾക്ക് മുഴുവൻ നീ രക്ഷപകരണേ. ഞാൻ നിസ്കരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ റബ്ബും ഞാനും നമ്മളുടെ ഒരു മുനാജാത്താണ്. എന്നിട്ട് പോലും ഞാൻ ദ്വാരക്കുന്ന ആർക്കാ? എല്ലാവർക്കും. സാമൂഹ്യ ബോധമില്ലാത്ത നിസ്കാരമില്ല. കണ്ട നിങ്ങൾ, തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ, അവസാനിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി ദ്വാ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാണ് പടച്ച റബ്ബിനോട് നമ്മൾ നേരിട്ട് പറയാണ്, പടച്ചവൻ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു, ഇങ്ങനെ പറഞ്ഞിട്ട് അസ്റഫ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മുന്തി ചെയ്തതും പിന്തി ചെയ്തതും അമിതമായി ചെയ്തതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും അഅലൻതു വമാ അസ്ററതു എന്നൊക്കെ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു നിസ്കാരം നിസ്കരിക്കുമ്പോൾ ദ്വാ, പടച്ചോനെ മുന്തി ചെയ്ത് പൊറുക്കണം, പിന്തി ചെയ്ത് പൊറുക്കണം, രഹസ്യമായി ചെയ്ത് പൊറുക്കണം, പരസ്യമായി ചെയ്ത് പൊറുക്കണം, അമിതമായി ചെയ്ത് പൊറുക്കണം. നമ്മൾ ചെയ്തൊക്കെ പടച്ചോൻ പൊറുക്കണം. നമ്മളോ അയലോക്കക്കാരനോട് ചെയ്ത് ചെറിയെടുത്തിട്ട് നമ്മൾ പൊറുക്കൂല, നമുക്ക് വാശി, നമ്മൾ വിടൂല, നമ്മൾ ഇങ്ങനെ ബലം പിടിച്ചിക്കുക, നമ്മൾ പൊറുക്കാൻ തയ്യാറില്ല. പക്ഷെ അതെല്ലാം പൊറുക്കണം. നടക്കൂല കേട്ടോ, അത് നടക്കൂല. അത് മാത്രം ചിന്തിച്ചോളി നിങ്ങൾ. വിട്ടുവീഴ്ചയില്ലാത്ത മനസ്സുകൊണ്ട് നിസ്കരിക്കുന്നവന്റെ നിസ്കാരം പടച്ചറപ്പ് സ്വീകരിക്കൂല. എന്താ കാരണം? നമ്മളെ അയൽവാസിയായിട്ട് ചെറിയൊരു പണക്കുണ്ട്, ആ പണക്കത്തിൽ നമുക്ക് വാശി, നമ്മൾ വിടൂല, നമ്മൾ വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല. അല്ലയോ 5 നേരം പറയും ആ ഖദ്ദംതു അഖർതു, മുന്തി ചെയ്തും ഒക്കെ പൊറുക്കണം. നമ്മൾ പൊറുക്കൂല. അത്തരം നിസ്കാരക്കാരെ കുറിച്ച് അവന്റെ തലയിൽ നിന്നും ഖദ്റ ശിബർ, ഒരു ചാൺ ഉയരത്തിലേക്ക് ആ നിസ്കാരം ഉയരൂല, അള്ളാഹിന്റെ അടുത്തേക്ക് പോകൂല. ആരാ പഠിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അതുകൊണ്ട് വ്യക്തിബന്ധങ്ങൾ നന്നാക്കുക, തമ്മിൽ അകലാതിരിക്കുക, ഒന്നിന്റെ പേരിലും തമ്മിൽ തല്ലാതിരിക്കുക, ഒരു കാര്യത്തിന്റെ പേരിലും തമ്മിൽ. ലോകത്തെ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടത് 2 കാര്യം കൊണ്ട് മാത്രമേ ഉള്ളൂ. ലോകത്തെ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ 2, നമ്മുടെ കേന്ദ്രമാണ്. ഈ കേന്ദ്രത്തിന്റെ മുമ്പിൽ വെച്ച് പഠിച്ചോളൂ നിങ്ങൾ. നമ്മൾ പറഞ്ഞ 2 കാര്യം. 1, മുസ്ലിങ്ങൾ ഇസ്ലാമിൽ നിന്ന് അകന്നപ്പോൾ, കള്ള് കുടിച്ച് വ്യഭിചരിച്ച് തമ്മാടിത്തം കാണിച്ച് നിസ്കാരമില്ലാതെ നടന്നപ്പോൾ. 2, മുസ്ലിങ്ങൾ ഭിന്നിച്ചപ്പോൾ. ഈ 2 കാരണങ്ങൾ കൊണ്ടല്ലാതെ ലോകത്തെ മുസ്ലിങ്ങൾ തകർന്നിട്ടില്ല, തകർന്ന ചരിത്രമില്ല, തകരുകയുമില്ല. ഒരു ശക്തിക്കും അള്ളാഹുവിന്റെ ദീൻ അതിജയിക്കാൻ കഴിയില്ല. അത് അള്ളാഹിന്റെ ദീനാണ്. കലിമത്തുള്ള അള്ളാഹിന്റെ കലിമത്ത് ഹിയൽ ഉലിയ, അത് ഉയർന്നു തന്നെ നിൽക്കും. അള്ളാഹിന്റെ കലിമത്ത് ഉയർന്നു തന്നെ നിൽക്കും. ഒരു ശക്തിക്കും അള്ളാഹുവിന്റെ കലിമത്തിനെ തകർക്കാൻ കഴിയില്ല. നിങ്ങൾ പേടിക്കണ്ട. മുസ്ലിം ഉമ്മത്തിനെ തകർക്കാൻ ഒരുത്തനും കഴിയില്ല. 2 കാരണങ്ങൾ കൊണ്ടല്ലാതെ. മുസ്ലിങ്ങൾ ഇസ്ലാമിനെ കൈയൊഴിച്ചാൽ തകരും. നമ്മൾ ഇസ്ലാമിനെ എപ്പോൾ വലിച്ചെറിഞ്ഞോ അന്ന് നമ്മൾ തകരും. നമ്മൾ ഇന്ന് തമ്മിലടിച്ചോ അന്ന് നമ്മൾ തകരും. അവിടെ തമ്മിലടിയും ഭിന്നിപ്പും രൂക്ഷമാക്കാതെ മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി നിൽക്കാൻ ശ്രമിക്കണം. ഇന്നത്തെ ഇന്ത്യയിൽ പ്രത്യേകിച്ചും വലിയ ഭീഷണി കൊമ്പിലാണ് നമ്മളുള്ളത്. വലിയ ഭീഷണി കൊമ്പില് നമ്മളെ പോലെ ഭീഷണി അനുഭവിക്കുന്ന ഒരവസ്ഥ വരാർക്കുള്ളത്. ലോകത്ത് ഇതുപോലത്തെ ഭീഷണി അനുഭവിക്കുന്ന ഒരവസ്ഥ ഇല്ലാത്ത ഇന്നിപ്പോ ഈ ഫാസിസ്റ്റ് ഭരണകൂടം തന്നെ നമ്മുടെ രാജ്യത്ത് ഇനിയും ഭരണം കൈയാളിയാൽ ഉറപ്പാ. ഇതുവരെ അവർ ചെയ്യാത്ത, ഇപ്പൊ അവർ ചെയ്യാത്ത എന്തുകൊണ്ട്? ഔദാര്യം കൊണ്ടൊന്നുമല്ല, അവർക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ടാണ്. ആ ഭൂരിപക്ഷം കൂടി കിട്ടിയാൽ ഇന്ത്യയുടെ ഭരണകൂടത്തെ ഭരണഘടന അട്ടിമറിക്കും. അട്ടിമറിക്കും. നാളെ വരാൻ പോകുന്ന ഗൗരവത്തെക്കുറിച്ച് നിങ്ങളൊക്കെ ചിന്തിക്കണം, നമ്മളൊക്കെ ചിന്തിക്കണം. നമ്മളൊരു ഹിന്ദു സഹോദരനും എതിരല്ല, നമ്മളൊരു അമുസ്ലിമിനും എതിരല്ല. പക്ഷെ നമ്മുടെ രാജ്യത്ത് അപകടം വരാതിരിക്കണം. അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇന്ത്യയിലെ എല്ലാ കുടിയേറ്റക്കാർക്കും പൗരത്വം കൊടുക്കും, മുസ്ലിങ്ങൾ കൊടുക്കൂല. എത്രയോ മുസ്ലിങ്ങൾ അന്യാധീനപ്പെട്ട് തെരുവ് തെണ്ടികളെ പോലെ കഴിയേണ്ടി വരും. നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവിടുന്ന് വന്നവരാണ്, ഇവിടുന്ന് വന്നവരാണെന്ന് പറഞ്ഞ് അവർക്ക് പൗരത്വ ID കാർഡും കൊടുക്കൂല. പട്ടാളത്തിന് തീവ്രവാദത്തെ അടിച്ചമർത്താൻ പൂർണ്ണാധികാരം കൊടുക്കുന്ന പറഞ്ഞു. പൂർണ്ണാധികാരം എന്താ അതിൻ്റെ അർത്ഥം? ഇന്ന് കാശ്മീരിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്തോ ഒരാൾ വെടിവെച്ചൊരു പട്ടാളം വെടിവെച്ചിട്ടാൽ ഗവൺമെന്റിന് വിശദീകരണം കൊടുക്കണം. ചിലപ്പോൾ കോടതിയിൽ കേസും വരും. ഇനിയോ ഈ നിയമം വന്നാലോ ആരെ വെടിവെച്ച് കൊന്നാലും പട്ടാളത്തോട് ചോദിക്കാൻ ആളുണ്ടാവില്ല. നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് നിങ്ങൾ തീവ്രവാദികൾ എന്നിട്ട് വെടിവെച്ച് പത്തനത്തിനെ കൊന്നാൽ ചോദിക്കാനേ പറ്റൂല. ആ ഒരു ഗതിനാൾ അവിടെ വരും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഈ അപകടകരമായ ഭരണകൂടത്തിന്റെ കയ്യിൽ നിന്ന് ഭരണത്തെ മാറ്റി എല്ലാ ജാതിക്കും ഗുണം ചെയ്യുന്നവരുടെ കയ്യിലേക്ക് അല്ലാഹുവേ നീ ഇന്ത്യയുടെ ഭരണത്തെ നീക്കണേ തമ്പുരാനെ. മര്യാദക്ക് ദ്വാരനോടി. വലിയ അപകടം ഇന്ത്യയിൽ വരാൻ പോകും. ഇല്ലെങ്കിൽ ശരിക്കും മനസ്സറിഞ്ഞിച്ച് പ്രവർത്തിക്കുകയും മനസ്സറിഞ്ഞ് മുന്നോട്ട് നീങ്ങുകയും വേണം. നമുക്ക് നമ്മുടെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടണം. ഇസ്ലാമിന്റെ സംസ്കാരം സംരക്ഷിക്കണം, ഇസ്ലാമിന്റെ ശരീഅത്ത് സംരക്ഷിക്കണം. നമ്മുടെ മുത്തലാഖ് അവകാശം ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ ഭാഗ എല്ലാം സംരക്ഷിക്കപ്പെടുന്ന ഒരു സാമുദായികമായ
അടിച്ചമർത്തലില്ലാത്ത ഒരു നല്ല എല്ലാ ജാതിയോടും ഗുണം ചെയ്യുന്നൊരവസ്ഥ ഇന്ത്യയിൽ വരണം. അള്ളാഹുവേ, അതിന് ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. ശരിക്കും മനസ്സറിഞ്ഞ് ചെയ്യണം. നമ്മൾ ആർക്കും എതിരല്ല, നമ്മൾ ആരെയും ആക്ഷേപിക്കുന്നില്ല. ഹിന്ദുത്വം എന്ന് പറയുന്ന ഒന്ന് ഹിന്ദു മതമാണെങ്കിൽ നമ്മൾ അതിനെതിരല്ല. പക്ഷേ രാജ്യത്തെ ജനങ്ങളെ അടിച്ചമർത്തലാണതെങ്കിൽ അതിനൊരിക്കലും മതത്തിൻ്റെ പരിവേഷം കൊടുക്കാൻ പറ്റൂല. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരികത ഭദ്രമാക്കുവാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇനി എന്താ കൊണ്ടു ആയിക്കോട്ടെ. ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി ഒരുപാട് ആളുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടി ഒരുപാട് ആളുകൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടി ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിനെ ഓടി നടന്ന് ഇതിനു വേണ്ടി ചെയ്ത പ്രവർത്തനം അറബിക്ക് വേണ്ടി ഞാൻ നേരത്തെ ദുആ ചെയ്തു നിങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹതപ്പെട്ട പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ മാതാപിതാക്കൾ, എൻ്റെ പിതാവടക്കം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പലരും നമ്മിൽ നിന്ന് വിട പറഞ്ഞ ആളുകൾ, നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ മുറ്റത്ത് വെച്ച് അതിൻ്റെ ഉദ്ഘാടന വഴിയിൽ ചെറിയ ദുആ മാത്രം നടത്തിക്കൊണ്ട് നമുക്ക് പിരിയാം. അർഹമുറാഹിമായ തമ്പുരാൻ നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. എല്ലാവർക്കും വേണ്ടി ഒരു ഫാത്തിഹ ഓതുക. അള്ളാഹു കബൂലാക്കട്ടെ. ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وزد وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أوصل اللهم ثواب قراءتنا وبركة دعائنا بعد القبول منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى أرواح آبائه وإخوانه من الأنبياء والمرسلين وإلى أرواح أصحابه البدريين والهديين والخندقين والهنينيين والتبوكيين وسائر الصحابة والقرابة كلهم أجمعين. اللهم انفعنا بهم في الدارين يا رب العالمين. وإلى أرواح سائر الأنبياء والأولياء والعلماء والشهداء والصالحين. اللهم أمدنا بمددهم وانصرنا بنصرهم واحفظنا بحفظهم واحمنا بحمايتهم يا رب العالمين. اللهم إنا نسألك بحقهم وبجاههم أن تبارك لنا في جميع أمورنا سيما في مجلسنا هذا بركة تامة دائمة كما باركت على عبادك الصالحين. وافتح لنا أبواب الخير والرحمة والقوة والسلامة في الدين والدنيا والآخرة. واحفظنا واحفظ أهالينا واحفظ من حضرها هنا من جميع الآفات والمصيبات والأعداء والأمراض. نسألك اللهم من كل هم فرجا ومن كل ضيق مخرجا ومن كل فاحشة سترا ومن كل بلية عافية. اللهم عافنا من كل بلاء الدنيا مصيباتها فتنها وعذاب الآخرة. وأوصل ثواب قراءتنا إلى حضرة آبائنا وأمهاتنا ومن ماتوا من أقربائنا يا رب العالمين. اللهم نور قبرهم بنور القرآن. اللهم شرف قبرهم بشرف القرآن. اللهم وسع قبرهم مد البصر ببركة القرآن. اللهم آت كتابهم بأيمانهم وحاسبهم حسابا يسيرا. اللهم أظلنا وأظلهم تحت ظل عرشك يوم لا ظل إلا ظلك. واسقنا واسقهم من كأس حبيبك محمد صلى الله عليه وسلم شربة هنيئة مريئة لا يظمأ بعدها أبدا. അർഹമുറാഹിമായ തമ്പുരാനെ, ഈ പരിശുദ്ധമായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള നല്ല ഉദ്ദേശങ്ങളെ നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്.
അല്ലാഹുവേ ഈ മജ്ലിസിലത്ത് കൂടിയ മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തുകളുടെ സർവ്വവിധ ദോഷങ്ങളും നീ പൊറുക്കണേ തമ്പുരാനെ. ഞങ്ങളെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ദോഷങ്ങളെ പൊറുക്കണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ദോഷങ്ങളും നീ പൊറുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ മജ്ലിസിലുള്ള ഓരോരുത്തരുടെയും രോഗങ്ങൾക്ക് നീ ശിഫ തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ, ബന്ധുക്കളിൽ, മാതാക്കളിൽ, പിതാക്കളിൽ, ഭാര്യമാരിൽ, സഹോദരന്മാരിൽ ആരിലാണോ രോഗമുള്ളത്, രോഗമെന്താണെന്ന് നിനക്കറിയാം. നീ ശിഫാഇനെ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ മാരകവും അപകടകരവുമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാനെ. പടച്ചവനെ, ക്യാൻസർ രോഗം പോലെ, കിഡ്നി രോഗം പോലെ, ഹൃദ്രോഗം പോലെ, പെട്ടെന്ന് ശരീരം തളർന്നു പോകുന്ന സ്ട്രോക്ക് പോലത്തെ രോഗത്തിന് ഞങ്ങളെ വിധേയമാക്കല്ല തമ്പുരാനെ. അപകട മരണം ഞങ്ങൾക്ക് നീ വിധിക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്. അപകട മരണം ഞങ്ങൾക്ക് നീ ഏൽപ്പിക്കല്ലേ തമ്പുരാനെ. പടച്ചവനെ, ദീർഘനാൾ രോഗിയായി കിടന്ന ബന്ധുക്കൾ കറപ്പായി വെറുപ്പായി ഇതൊന്ന് മരിച്ചു കിട്ടണമെന്ന് അവർ കരുതും വിധം മറ്റൊരാൾക്ക് ഭാരമാക്കി ഞങ്ങളെ കിടത്തി നരകിപ്പിക്കല്ലേ തമ്പുരാനെ. ചെറുപ്പത്തിൽ അപകടം പറ്റിയോ പ്രായമേറെയായോ അത്തരമൊരു വിധി ഈ പാവങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട്, നിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, നിന്റെ മസ്ജിദിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അത് തട്ടി ദൂരെയാക്കി ഞങ്ങൾക്ക് നീ ഖൈർ തരണേ തമ്പുരാനെ. പടച്ചവരെ, ഇതിനു വേണ്ടി സഹായിച്ച അറബി സഹോദരൻ, ആ അറബി സഹോദരൻ ഇതുമായി ബന്ധപ്പെടുത്തി ഞങ്ങളുടെ നാട്ടിലെ സഹോദരൻ, സർവർക്കും ഈ പള്ളിയിൽ സുജൂദ് ചെയ്യുന്നവരുടെ ഇബാദത്തിന്റെ പ്രതിഫലം പരലോകത്ത് നീ നൽകണേ തമ്പുരാനെ. ഇതിനുവേണ്ടി സഹായിച്ചവരാരുണ്ടോ, സഹകരിച്ചവരാരുണ്ടോ, നിലകൊണ്ടവരും പ്രവർത്തിച്ചവരുമാരുണ്ടോ, അല്ലാഹുവേ അവരുടെ മുഴുവൻ സേവനങ്ങൾക്കും നീ അർഹതപ്പെട്ട പ്രതിഫലം പരലോകത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്ക് തമ്പുരാനെ. ഞങ്ങളും ആ ഖബറിലേക്ക് വരുമ്പോൾ ഖബർ നീ പ്രകാശപൂരിതമാക്കി തരണേ അല്ലാ. മീസാൻ, ഹിസാബ്, സിറാത്ത് സകലരും വിയർക്കുന്ന രംഗമാണ്. സർവരും കൈയൊഴിയുമ്പോൾ നീ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. പടച്ചവനെ, പരലോകത്ത് ഞങ്ങളെ നീ വശലാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കുടുംബജീവിതം ഖൈറാക്കി തരണേ തമ്പുരാനെ. മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ പെൺമക്കൾക്ക് നല്ല ഇണകളെ നീ നൽകണേ തമ്പുരാനെ. പരീക്ഷ എഴുതുന്ന മക്കൾക്ക് നീ ഉയർന്ന വിജയം നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ ജീവിതത്തിന് തൊഴിൽ നീ നൽകണേ തമ്പുരാനെ. സ്വദേശത്തും വിദേശത്തുമുള്ള പലരും സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ ദാരിദ്ര്യം തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. മഴ തടഞ്ഞുകൊണ്ട് ഞങ്ങളെ കൃഷി നീ തടയല്ല തമ്പുരാനെ. ഞങ്ങൾക്ക് നീ നിന്റെ അനുഗ്രഹം തടയല്ലേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിനെ ഇതുപോലെ സംഘടിപ്പിക്കുവാനും ഒരുമിച്ച് കൂടുവാനും നീ തൗഫീഖ് ചെയ്ത പോലെ നിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്ത് ഞങ്ങളെ ഇതുപോലെ നീ ഒന്നിപ്പിക്കണേ അല്ലാ. അല്ലാഹുമ്മ അസ്ഖിനാ വൈസൻ മുഗീസാ. اللهم اسقنا الغيث والرحمة ولا تجعلنا من القانتين. اللهم اجعلنا من السعداء المقبولين ولا تجعلنا من الأشقياء المطرودين. اللهم بارك لنا في شعبان وبلغنا رمضان. اللهم اغفر لنا ولوالدينا ولمن له حق علينا ولجميع المؤمنين والمؤمنات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم اجعلنا من الخادمين لدينك الإسلام واهدنا إلى صراطك المستقيم واجعل آخر كلامنا عند الموت قول لا إله إلا الله. توفنا مسلمين وألحقنا بالصالحين. ربنا ارحم آباءنا وأمهاتنا كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على جميع الأنبياء والمرسلين لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അതോടെ ഈ വരുന്ന 27-28 തീയതിയിലാണ് നമ്മുടെ ഹജ്ജ് ക്യാമ്പ് പൂക്കോട് നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ പരിപാടിയാണ്. നിങ്ങളൊക്കെ ക്ഷണിക്കുന്നു. അതിൻ്റെ വിജയത്തിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകർ എൻ്റെ മുമ്പിലുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കാരം നടക്കുന്നു. ജമാഅത്തിൽ പങ്കെടുത്തിട്ട് പോകാൻ അറിയിച്ചിട്ടുണ്ട്.